എണീക്കണം അങ്ങോട്ട്. അയ്യാ എന്തിനമ്മ പരീക്ഷയിലാടാ, പോയി ഇന്ന് പഠിച്ചുകൂടാടാ നിനക്ക്? മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കൂല. എങ്ങോട്ടോന്ന്? പ്രകൃതി ആസ്വദിക്കാൻ പോന്നു. എന്ത് നല്ല ഉഷാറായിട്ടിരിക്കും. എന്റെ കൈ കൂട്ടി. എടാ നീ മര്യാദക്ക് ചോദിച്ചാ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? എടാ കള്ള നിനക്ക് പറ്റൂല എന്ന് പറയണോ കേട്ടാ? നീ വേടാ മരക്കാര എന്നെ കള്ളനാക്കാണ്ട്. എടാ നീ അരിയെണ്ണന്റെ വരുവേ. നീ വേടാ മരമാക്രി. ഒരു 10 രൂപ കാണാണ്ടായെന്ന് പറഞ്ഞിട്ട് എൻ്റെ മെക്കിട്ട് കയറാൻ പറ്റുമോടാ? എടാ 10 രൂപയല്ല, 20 രൂപയും 30 രൂപയും കൂടി കൂട്ടിയാലുള്ള പൈസ 50 രൂപയാണ്. അത് നീ എനിക്ക് തരാറുണ്ട് കേട്ടാ. പിന്നെ മുമ്പെടുത്ത 500 രൂപ എനിക്ക് തരാറുണ്ട് കേട്ടാ. കള്ളം നിന്നെ പറ്റുള്ളൂ. ഒന്ന് പോടാ. പട്ടിയെപ്പോലെ കുരച്ചാണ്ട് അങ്ങോട്ട് പോടാ. അങ്ങനെ 550 രൂപയെ കുറച്ചും കൂടി ആയാലില്ലേ എനിക്കൊരു സംഭവമൊക്കെ മേടിക്കാൻ പറ്റും. ചേടാ ഇന്നെൻ്റെ അച്ഛൻ്റെ പൈസ ഇല്ല, മറ്റേ കള്ളരായൻ എടുത്തിട്ട് പോയാടാ. എടുത്തിട്ട് പോയോ? എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പോയിടാ കള്ളക്കാവർക്കി. പക്ഷേ ഒരു പ്രശ്നം, ഓനില്ലേ പിടിച്ചാൽ കിട്ടുമല്ലോ. അതിൻ്റെ സാധനം ഓനാണെങ്കിൽ 65 വയസ്സും. 65 വയസ്സായവനാടാ ഓനെന്ന് പറയുന്നു. എൻ്റെ ചാച്ചന് 25 ഉണ്ട്, ഓനാണെങ്കിൽ 65 കഴിഞ്ഞു. പിന്നെ ഞാനെങ്ങനെ ഓനെന്ന് വിളിക്കാതെ? നേരെ കളിക്കുന്നു. രായനെ പിടികൂടിയിട്ട് നമുക്ക് പോലീസിൻ്റെ അടുത്തും പൈസയും കളിക്കുന്നു. പണ്ടെൻ്റെ അച്ഛൻ്റെ കയ്യുന്നില്ലേ കളിപ്പാട്ടോ അതും ഇതും എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയത്. പണ്ടവൻ മാതാവിൻ്റെ ഫോട്ടോ വരും മോഷ്ടിച്ചു. അവൻ്റെ വീട് ആ കുന്നുമ്മേൻ്റെ സൈഡിലാച്ചാണ്. അതുകൊണ്ട് അവന് രായൻ്റെ വീരിട്ടെ. ആര് വീരിട്ടെ? ഓൻ്റെ അമ്മ. എടാ ഓനൊന്നും വിളിക്കല്ലേ. നീ എന്താ ഈ പറയണേ? എടാ പോത്തെ, ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ചാച്ചൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തവനെ ഞാൻ ഓന്നല്ലാതെ പിന്നെ അമ്മായിയപ്പനെ വിളിക്കാടാ പട്ടി. ഹലോടാ. അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് പൈസയും കൂടി അടിച്ച് മാറ്റിയിട്ടുണ്ടേ. അപ്പം ഞാൻ അത് ഉടനെ നിങ്ങളുടെ കയ്യിൽ ചെയ്തു തരാം. അപ്പോൾ ആ പൈസ, ആ സംഭവം എനിക്കതാ, ഞാൻ വിറ്റോളാം. ഓക്കെ. I am his freak boy. എന്നാലും ആരായിരിക്കും വില്ലൻ? അങ്ങോട്ട് പിടികിട്ടണില്ല.
വേറെ ആരുമല്ലടാ, കള്ള രായൻ തന്നെ. ഇനി ഓൻ എന്തായിരിക്കും വിൽക്കുന്നുണ്ടാവുക? എന്താന്ന് എനിക്കറിയില്ല. അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വിൽക്കുന്ന അവൻ. കഴിഞ്ഞ ഓണത്തിന് അവൻ പൈസ മുക്കി, ഇനി കഴിഞ്ഞ ക്രിസ്മസിന് പൈസ മുക്കി, കഴിഞ്ഞ വിഷുവിന് പൈസ മുക്കി, കഴിഞ്ഞ കാലത്ത് കൊറോണേൻ്റെ ടൈമിൽ അവൻ 5000 രൂപയാണ് പൊക്കിയത്. അതൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കണം. പ്രളയത്തിൻ്റെ സമയത്ത് അന്ന് ഒരു ഭീകരാംശം സൃഷ്ടിച്ച അവനെ നാട്ടുകാർ പിടികൂടി ചുമലിൽ കയറ്റി തള്ളി അടിച്ചൊളുക്കിയതാ. എന്നിട്ടും ഓൻ ഇതുവരെ ഇത് നിർത്തിയിട്ടില്ല. ഓനെ നമുക്ക് നിർത്തലാക്കണം. നമ്മുടെ അച്ഛൻ പഴയ ഫൈറ്ററാന്നാ ഞാൻ കേട്ടെ, പക്ഷെ അത് തള്ളായിരിക്കും. എൻ്റെ അച്ഛൻ പഴയ കളരിയാടാ മോനെ. എന്നാലും ഇന്നുണ്ടായ ആ ഫൈറ്റ് ആരുടെയാന്ന് പേട്ടി കിട്ടുന്നില്ലല്ലോടാ. എടാ, നീ അമേരിക്കയിൽ നിന്ന് ഒരാളെ കണ്ടുപിടിച്ചെന്ന് ആരും പറഞ്ഞില്ലേ? ഒരു മലയാളീനെ എന്തെങ്കിലും ഒരു മയക്കുമരുന്നാറ്റം അയ്യോ, ഞാൻ ഉള്ളതാണെന്ന് അറിയില്ല, വാർത്തയിലെല്ലാം കണ്ട്. ഇനിയത് ക്രോമസ് ക്രൈസ്റ്റർ ആയിരിക്കും. ക്രോമസ് ക്രൈസ്റ്റർ ഒന്നും ആയിരിക്കില്ല. ഇനിയാറ്റ ഫ്രീക്ക് പോയി അതാവാൻ ചാൻസ് ഉണ്ട്. ഫ്രീക്ക് പോയല്ലേ, ഫ്രീക്ക് പോയി എന്നേക്കുമായൊന്ന് പുതിയ കൂടണം. അപ്പം രായനോ? ചേട്ടാ മരക്കാറ രായനല്ലേടാ സെക്കൻഡ് പിടി കൂടണ്ടേ? കാരണം രായൻ്റെ ഈ ആറ്റം ആയിരിക്കും ആരെങ്കിലും. ചിലപ്പോൾ ബോസാവാൻ ചാൻസ് ഉണ്ട്. അത് ശരിയാണ്, ബോസാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും അതാരായിരിക്കും? മനസ്സിനെ കൊണ്ടത് പിടി കിട്ടുന്നില്ലല്ലോ. ഇനി വല്ല അന്ന് പിടിച്ച ഫ്രീക്ക് പോയാറ്റം രായൻ്റെ കൂടെ ആ കറുത്തവൻ്റെ കൂടെയൊക്കെ ആര് നിൽക്കാനാ? അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്. അവനല്ലേ വിശ്വസിക്കാൻ പറ്റൂല. ഇനി രായൻ എൻ്റെ പൈസ വെച്ചിട്ട് വല്ല കഞ്ചാവോ മയക്കുമരുന്നാറ്റം വെക്കാനാറ്റം. ഇനി എൻ്റെ പൈസ വിറ്റിട്ട് അവന് വല്ല ബുള്ളറ്റാറ്റം എടുക്കാനാറ്റാണോ? ഇനി ഞാനെന്ത് ചെയ്യും? എൻ്റെ പൈസ തിരിച്ചു കിട്ടണം. എനിക്കെങ്ങനെയും ഒന്ന് ജയിക്കണം. അവൻ എൻ്റെ പൈസ അന്ന് കൊറോണ ടൈമിൽ എല്ലാ സമയത്തും ഓൻ പൊക്കി. പക്ഷേ ഇന്ന് ഞാൻ അവനെ പൊക്കിയിരിക്കും.